ജന്തർ മന്ദിറിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ സമരമല്ല. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം രാജ്യത്തെ അപായപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അഖണ്ഡത തകർക്കുന്നതിന് രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറി കഴിഞ്ഞു എന്നുള്ള വ്യക്തമായ സൂചനകളാണ് ജന്തർ മന്ദിറിൽ നിന്ന് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ NIA ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിക്കണം എന്ന ആവശ്യവുമായി ഒരു പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നെത്തി. അത് നൽകിയത് സതീഷ് കുമാർ അഗർവാൾ എന്ന് പറയുന്ന മുൻ വൈസ് പ്രസിഡന്റ്, ഹിന്ദു മഹാസഭ, അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ മുൻ പ്രസിഡന്റായ സതീഷ് കുമാർ അഗർവാളാണ് ഡൽഹി ഹൈക്കോടതിയിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി നൽകിയത്. കോടതി ഇത് പരിഗണിക്കാൻ വേണ്ടി നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേശീയ സുരക്ഷാ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 വർഷം വരെ വിചാരണ കൂടാതെ തടവിലിടാനുള്ള ഏറ്റവും കർക്കശമായ എന്ന് പറഞ്ഞാൽ ഈ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. കാരണം ഇതൊരിക്കലും ഒരു ജെന്യുവിനായ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ അതുപോലുള്ള പരീക്ഷാ ക്രമക്കേടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സമരമൊന്നുമല്ല. അതിന് പകരം ഇത് നരേന്ദ്രമോദി സർക്കാരിനെതിരായ BJP സർക്കാരിനെതിരായ സമരമാണ്. ഇതിന്റെ പിന്നിൽ ജിഹാദികളാണ്, ഇതിന്റെ പിന്നിൽ രാജ്യവിരുദ്ധ ശക്തികളാണ് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 2 കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അപ്പൊ നാളത്തേക്ക് ഈ NIA അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതി ഉത്തരവിടുകയോ അതല്ലെങ്കിൽ ഈ NIA ദേശീയ സുരക്ഷാ നിയമപ്രകാരം പോലീസ് കമ്മീഷണർ നടപടി ആരംഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരെയും പിടികൂടും. കാരണം 128 പോലീസുകാർക്കാണ് ഇവരുടെ പാർലമെന്റ് പ്രക്ഷോഭവുമായി നടന്ന ഈ അക്രമ സംഭവങ്ങളിൽ പരിക്കേറ്റത്. 20ഓളം വാഹനങ്ങൾ കത്തിച്ചു, 56 പോലീസ് വാഹനങ്ങൾ തകർത്തു. അങ്ങനെ അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാം. കാരണം നമ്മുടെ പത്രങ്ങൾ അല്ലെങ്കിൽ മലയാളത്തിൽ ഇറങ്ങുന്ന പത്രങ്ങൾ എല്ലാം ഒരു വൺ സൈഡഡ് ആണ്. എന്ന് പറഞ്ഞാൽ സർക്കാർ പ്രക്ഷോഭകാരികൾക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നു എന്നുള്ള രീതിയിലാണ് ഈ പ്രക്ഷോഭകാരികൾ മുഴുവൻ വളരെ ശാന്തരാണ്, സമാധാനപ്രിയരാണ് തുടങ്ങിയ രീതികളിലാണ് എല്ലാ പത്രങ്ങളും വാർത്ത കൊടുത്തത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് അവിടെ വന്നുകൂടുന്ന ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ പാറ്റ പാർട്ടിയെയും പാറ്റ പാർട്ടിക്ക് കഞ്ഞിവെച്ച് കൊടുക്കുന്ന CPM ഗുണ്ടകളെയും ഇവരെയൊക്കെ ഇവരുടെയൊക്കെ കൂടെ അണിചേരുന്നത് ആര് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ നിന്ന് വന്നെത്തിയ ഒരുപാട് പേരെ ഈ വിവിധ മാധ്യമ പ്രവർത്തകർ ഇന്റർവ്യൂ ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാർക്കൊന്നും എന്താണ് റിയൽ ഇഷ്യൂ എന്നൊന്നും അറിയില്ല. അവർ നരേന്ദ്രമോദി അടിക്കാൻ ഒരു വണ്ടി കിട്ടിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതാ വരുന്നു എന്നുള്ള രീതിയിൽ ഇവർ ജിഹാദി മുദ്രാവാക്യവുമായി വരികയാണ്. കോണാട്ട് പ്ലേസിലെ ഈ പ്രാചീൻ ഹനുമാൻ മന്ദിറിന് നേർക്ക് ഇന്നലെ രാത്രി കല്ലേറുണ്ടായി, തീ വെക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. എന്ന് പറഞ്ഞാൽ ഇതൊരു ഹൈന്ദവ വിരുദ്ധ പ്രക്ഷോഭമായി അല്ലെങ്കിൽ BJP വിരുദ്ധ പ്രക്ഷോഭമായി ഇത് മാറുകയാണ്. അവിടെ കൂടിയ ആൾക്കാർക്കൊന്നും അല്ലെങ്കിൽ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അവരുടെ ഒരു രക്ഷിതാവോ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, ശരി, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ക്രമക്കേടല്ല, ചില ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവാത്ത തരത്തിലുള്ള ഈ ചോദ്യ പേപ്പർ അല്ലെങ്കിൽ ഇതിലെ ചോദ്യങ്ങൾ ലീക്കായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അറിയാലോ, നീറ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ അത്രമാത്രം കുട്ടികൾ വർഷങ്ങൾ മെനക്കെട്ടിരുന്ന് പഠിച്ചുകൊണ്ട് അവരുടെ ജീവിതം ഇതിനായി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അവർ തയ്യാറെടുക്കുന്ന പരീക്ഷയാണ്. ആ പരീക്ഷ പെട്ടെന്ന് മാറ്റിവെക്കേണ്ടി വന്നു, അല്ല റദ്ദാക്കേണ്ടി വന്നു. പക്ഷേ ഈ റദ്ദാക്കിയെങ്കിലും ആ പരീക്ഷ പിന്നീട് നടന്നു, കുറ്റമറ്റ രീതിയിൽ നടന്നു. സൈനിക വിമാനത്തിലും ഹെലികോപ്റ്ററിലൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എത്തിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ അതിന്റെ നിരീക്ഷണത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പുനഃപരീക്ഷ, ഈ നേരത്തെ നിർത്തിവെച്ചിരുന്ന പരീക്ഷയ്ക്ക് പകരം പരീക്ഷ നടന്നു. ആ പരീക്ഷ കുട്ടികളൊക്കെ എഴുതി, അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു, അതനുസരിച്ചുള്ള അഡ്മിഷൻ പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും നിലവിലില്ല. അത് ചോദ്യക്കടലാസ് ലീക്കായി എന്നുള്ള ഒരു സംഭവം നടന്നു. അതിനെ തുടർന്നിട്ട് പകരം പരീക്ഷ നടന്നു, അതിന്റെ റിസൾട്ട് വന്നു, കുട്ടികൾ അവർക്കുള്ള അഡ്മിഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഇതിൽ
13 പേരെ, അങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരം. അതായത് CBI 13 പേരെ അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം ഇതാ കോടതിയിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് പ്രധാനമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, മറ്റെന്തിനേക്കാൾ പ്രാധാന്യം വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് ഈ സർക്കാർ കാണുന്നത്. ഈ സർക്കാരിന് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ഈ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, ഈ കുറ്റക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്, മാതൃകാപരമായി ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. കുറ്റവാളികൾ മുഴുവൻ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞിട്ട് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിക്കുകയാണ് ഈ എന്താ പറയാ ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഈ പാറ്റ പാർട്ടിയുടെ നേതാവ്. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കണം, പാർലമെന്റിൽ ഇക്കാര്യം ചർച്ച ചെയ്യാം. കോൺഗ്രസിനും ചർച്ച ചെയ്യേണ്ട, ഈ CJPക്കും ചർച്ച ചെയ്യേണ്ട, ആർക്കും ചർച്ച ചെയ്യേണ്ടത്രേ. ഇവർക്ക് ഒരൊറ്റ ആവശ്യമുള്ളൂ, 4-5 ആവശ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ധർമ്മേന്ദ്ര പ്രധാൻ എന്തിന് രാജിവെക്കണം? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരുമോ? പ്രശ്നം തീർന്നു. പ്രശ്നം വളരെ എന്താ പറയാ, വളരെ വേഗതയിൽ ഈ പ്രശ്നം മുഴുവൻ പരിഹരിച്ചു. ഇത് പറയുന്നത് കുറെ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ശരി, വളരെ ദുഃഖകരമായ കാര്യമാണ്. കാരണം കുറെ കുട്ടികൾ 27 കുട്ടികൾ 32 കുട്ടികൾ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. കൃത്യമായ കണക്ക് നമുക്കറിയില്ല. ഇനി ഒരു കുട്ടി പോലും ആത്മഹത്യ ചെയ്തെങ്കിൽ അത് വളരെ വേദനാജനകമായ കാര്യമാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഈ നീറ്റ് പരീക്ഷയിലെ ചോദ്യക്കടലാസ് ചോർന്നത് കൊണ്ട് മാത്രമാണോ ഈ ഒരു ആത്മഹത്യ ഉണ്ടായത്? അതല്ലാതെ മറ്റു ആത്മഹത്യകളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകുന്നില്ലേ? നമുക്കറിയാലോ, ഈ SSLC പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഒരു മൊബൈൽ ഫോൺ എന്താ പറയാ കയ്യിൽ നിന്ന് വാങ്ങി വെച്ച കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആത്മഹത്യകളും ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജും തമ്മിൽ നമ്മൾ അങ്ങനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം കുട്ടികൾക്ക് ഒരു ധൈര്യം, അല്ലെങ്കിൽ അവർക്കൊരു ആത്മവിശ്വാസം ഒക്കെ നൽകുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു പരീക്ഷ പേപ്പർ ലീക്കായി എന്നുള്ളതിന്റെ പേരിൽ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതിയ പരീക്ഷയല്ലേ, ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ല, അതിൽ വളരെ ദുർബല ചിത്തരായ കുട്ടികൾ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് മുൻപിൻ നോക്കാതെ ജീവിതം അവസാനിപ്പിക്കുന്ന അത്തരം കുട്ടികളോട് നമുക്ക് ഭയങ്കര സഹതാപമുണ്ട്. അതേ സമയത്ത് ഇത് വൈകാരികമായി കത്തിച്ചിട്ടോ ഇത്രയും കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ഇതെന്തോ ഭയങ്കര സംഭവമാണ്. ഇതാണ് ഇന്നലെ രാഹുൽ ഗാന്ധി എത്രയോ 142 ഇത്തരത്തിലുള്ള ലീക്കേജുകൾ ഉണ്ടായി കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്നാണ് പറയുന്നത്. ഈ ലീക്കേജുകൾ ഉണ്ടായതിന്റെ പകുതിയും ഈ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ട്. ഇത് വെറും BJP ഭരിക്കുന്ന ഇടങ്ങളിൽ മാത്രമല്ല ഇതുള്ളത്. പണ്ട്, അതായത് BJP സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 12 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭരിച്ച കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇതിനേക്കാൾ വലിയ പരീക്ഷകളുടെ ഇത്തരത്തിലുള്ള ചോദ്യക്കടലാസ് ചോർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രി രാജിവെക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി പറയുന്നു ഏറ്റവും പ്രാധാന്യം ഈ യുവജനങ്ങളുടെ, വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ്. ഇനി മുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ തെറ്റ് പറ്റുമ്പോൾ അത് പരിഹരിക്കുക. തെറ്റ് പറ്റുമ്പോൾ പരിഹരിക്കാതിരിക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ സമരം ചെയ്യുന്നതിന് ന്യായീകരണമുണ്ട്. ഇത് ഇങ്ങനെ ഒരു ന്യൂസ്, ഈ ചോദ്യ പേപ്പർ ചോർന്നു, ഇത് സംബന്ധിച്ച് നടപടികൾ ഒന്നും എടുത്തില്ല, ആരെയും അറസ്റ്റ് ചെയ്തില്ല, ഒരു നടപടി എടുത്തിട്ടില്ല, പുനഃപരീക്ഷ നടത്തിയിട്ടില്ല, ആകെ അവതാളത്തിലായി എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ സമരം ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞു. ബന്ധപ്പെട്ട കുട്ടികൾക്ക് ആർക്കും തർക്കമില്ലാന്നേ. നിങ്ങൾ ജന്തർ മന്ദിറിൽ ചെന്ന് നോക്കണം, അവിടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കുട്ടിയുമില്ല, ആരുടെ രക്ഷിതാക്കളുമില്ല. അവിടെ ഇരിക്കുന്നത് മുഴുവനും ഈ രാജ്യത്തെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട്, രാജ്യത്തെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് ശിഥിലീകരണ ശക്തികൾ, ജിഹാദികളാണ് അവിടെ കൂട്ടം കൂടുന്നത്. ഇതാണ് പറയുന്നത്, ഇതാണ് NIA അന്വേഷണം ആവശ്യപ്പെടുന്നത്. വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കാൻ. കാരണം അവിടെ ഏറ്റവും വലിയ രസം, സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്, വയനാട്ടിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാരൊക്കെ പറയുന്ന കാര്യങ്ങളെ, ഇവിടെ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം ഇവിടെ കിട്ടുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണ്? ഖത്തറിന്ന് വരുന്നു, മറ്റേ സൗദിയിൽ നിന്ന് വരുന്നു, അവിടുന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു. ഭക്ഷണങ്ങൾ ഇങ്ങനെ സ്വിഗ്ഗിയുടെ ഈ പറയുന്ന ഭക്ഷണ വിതരണക്കാരുടെ ഒരു തള്ളിച്ചയാണ് അത്ര അവിടെ. ഇനി മതി, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെ തീറ്റി പോറ്റുകയാണ്.
ഇവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും കൊടുക്കുന്നു. ഈ കേരളത്തിൽ നിന്ന് പോയ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു റിപ്പോർട്ടർ ടിവിയുടെ ആ ലേഖകനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭക്ഷണം, ഞങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, ഞങ്ങൾക്ക് കിടക്കാനുള്ള റൂം ഒക്കെ റെഡി ആയിട്ടുണ്ട്, പിന്നെന്താ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ വൻ പണം ഒഴുകുകയാണ്. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പൗരത്വ പ്രക്ഷോഭം നടന്ന പോലെ, അല്ലെങ്കിൽ ഈ കർഷക സമരം നടന്ന പോലെ ഇതിന്റെയൊക്കെ പിന്നിൽ അർബൻ നക്സലുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട കലാപകാരികളോ രാജ്യവിരുദ്ധ ശക്തികളോ ഒക്കെയാണ് ഇതിന്റെ കൂടെ തമ്പിടിച്ചിരിക്കുന്നത്. അതാണ് തെളിയുന്നത്. അതല്ലെങ്കിൽ ന്യായമായ കാര്യമാണെങ്കിൽ ഇവര് പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ പാർലമെന്റിൽ ചർച്ചയാവാം എന്നല്ല പറയേണ്ടത്. ഇത് കോൺഗ്രസ് പറയുന്നത് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ കോൺഗ്രസും ആകെ ഈ പാർട്ടി പാർട്ടികൾ സമരം കൈയടക്കിയപ്പോ, ഈ വേദി കൈയടക്കിയപ്പോ അവർക്ക് അവരുടെ സ്പേസ് നഷ്ടപ്പെട്ടു. അപ്പോഴാണ് അവർ ചാടി വീണിട്ട് അവർ അതേപോലെ പാർലമെന്റിലെ നിരോധിത മേഖലയിലേക്ക് പാർട്ടിക്കാർ ഈ പറയുന്ന പ്രതിഷേധ മാർച്ച് നടത്തിയ അതേപോലെ അത് കോപ്പി ചെയ്തുകൊണ്ട് ഇവർ പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് കോൺഗ്രസ്സുകാർ ഇതേപോലുള്ള അക്രമങ്ങൾ നടത്തി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ മലയാളം പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം എന്ന് പറഞ്ഞാൽ ഇവർ ഒരു ഭാഗം മാത്രം കാണുന്നു. ഇത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയാണ് വരുന്നത്. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താ നടക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നു. ഇന്നത്തെ ദേശാഭിമാനി കണ്ടില്ലേ? ഇന്നത്തെ ദേശാഭിമാനിയൊക്കെ കണ്ടാലേ നിർഭയം മുന്നോട്ട്. ആരോടാ പറയുന്നത്? പാർട്ടികളോട് പറയാണ് നിർഭയം മുന്നോട്ട്. യുവജനതയ്ക്ക് മുന്നിൽ അടിപതറി മോദി സർക്കാർ. യുവജനതയ്ക്ക് മുമ്പിൽ അടിപതറി മോദി സർക്കാർ അടിപതറി അത്രേ. കാശ്മീരിലെ ഇമാതിരിയുള്ള തീവ്രവാദികളെയും ഈ ഭീകരന്മാരെയും ഒക്കെ അമർച്ച ചെയ്ത നരേന്ദ്രമോദി സർക്കാരിന് ഈ ജന്തർ മന്ദിറിലെ 100-400 ഈ പാർട്ടികളെയാണോ പേടി? യുവജനതയ്ക്ക് മുമ്പിൽ അടിപതറി മോദി സർക്കാർ എന്ന്. എന്നിട്ട് വാർത്ത ഇങ്ങനെയാണ്: ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ ഇരമ്പിയാർക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം മോദി സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നു. അറിയാം, നാളെ ഈ NIA ദേശീയ സുരക്ഷാ നിയമം ഇവിടെ നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ NIA അന്വേഷണത്തിന് ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രക്ഷോഭകാരികളെ മുഴുവൻ കസ്റ്റഡിയിൽ എടുക്കാനുള്ള എല്ലാ സന്നാഹങ്ങളോടെയുമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിനെ സമീപിക്കുന്നത്. കാരണം ന്യായമായ കാര്യങ്ങളാണെങ്കിൽ ന്യായമായി നമുക്ക് പരിഹരിക്കാം. അതല്ലാതെ കലാപത്തിനാണ് ശ്രമമെങ്കിൽ ഇതൊരിക്കലും അനുവദിക്കില്ല എന്ന് തന്നെയുള്ള ഒരു മുന്നറിയിപ്പാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.